Next question. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് മാസ് ഓഫ് ദി സർഫസ് ഓഫ് ദി പരാബ്ലോയിഡ്. ദാറ്റ് ഈസ് ഫൈൻഡ് മാസ് ഓഫ് ദി സർഫസ് ഓഫ് ദി പരാബ്ലോയിഡ് z equal to 1 plus ex square plus y square in the first octant for 1 less than or equal to z less than or equal to 5. If the density is at a point, if the density at a point P on the surface is directionally proportional to its distance from the xy plane. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷെ കുറെ കാര്യങ്ങൾ ഹിഡൻ ആയിട്ടാണ് തന്നുള്ളത്. ഇവിടെ z ഈക്വൽ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? മാസ് കണ്ടുപിടിക്കണം അല്ലേ? എന്താണ് മാസ്? എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് മാസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് അല്ലേ? ഡെൻസിറ്റി ഫംഗ്ഷനെ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് മാസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. പക്ഷെ ഇവിടെ z തന്നിട്ടുണ്ട്, സർഫസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് z ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു അല്ലെ? z is equal to എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും സർഫസ്? ദാറ്റ് ഈസ് 3 ഡയമെൻഷനിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് z is equal to 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 പറഞ്ഞു കഴിഞ്ഞാലോ ഇതിനെ ഈ ഒരു വെർട്ടെക്സിനെ നമ്മൾ എന്ത് ചെയ്യും? 1 യൂണിറ്റ് പൊക്കത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് നമ്മുടെ ഇമേജ് ഇങ്ങനെ ആയിരിക്കും. That is 1 യൂണിറ്റ് പൊക്കത്തിലേക്ക് എന്ത് ചെയ്തു? ഈ ഒറിജിനിൽ നിൽക്കുന്ന പോയിന്റിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് തന്നുള്ളത്. z ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻഡ് മാസ് ഓഫ് ദി സർഫസ് ഓഫ് ദി പരാബ്ലോയിഡ്. ഇതാണ് പരാബ്ലോയിഡ്. ഓക്കെ, ഫസ്റ്റ് ഒക്ടന്റിലുള്ള പോർഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എന്താണ്? ഈ ഒരു ഭാഗം ദാറ്റ് ഈസ് ഇതിന്റെ ഈ 4ആയി ഭാഗിച്ചു കഴിഞ്ഞാൽ അതിലെ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ. അത്രയും നമ്മുടെ റീജിയനായി എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഒക്ടന്റിലെ സർഫസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഞാൻ ഒന്നും കൂടി 3 ഡയമെൻഷനിൽ വേണമെങ്കിൽ ഒന്നും കൂടി വരക്കാം. ദാറ്റ് ഈസ് ഇങ്ങനെ ഇവിടെ എന്തുവരും? ഇങ്ങനെ ഒരു ഭാഗം വരും അല്ലെ? ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ഭാഗം വരും. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ റീജിയൻ. ഈ ഒരു റീജിയൻ ഫസ്റ്റ് ഒക്ടന്റിൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഫസ്റ്റ് ഈ ഒക്ടന്റിൽ കിടക്കുന്ന റീജിയൻ. ഇത്രയും നമ്മുടെ പോർഷൻ ഉള്ളൂ. ഇനി എങ്ങനെ കട്ട് ചെയ്യുന്നത്? z എവിടെ നിന്ന്? z is equal to 1. z വാരി ചെയ്യുന്നത് എന്താ? 1 മുതൽ z is equal to 5 വരെ. ഇതേതാ പോയിന്റ്? z is equal to 1 അല്ലേ? ദാറ്റ് ഈസ് ഈ ഒരു പ്ലെയിന് നമ്മൾ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് z is equal to 5 എന്ന പ്ലെയിനും നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും അല്ലെ? ദാറ്റ് ഈസ് ഈ ഒരു ഭാഗം മാത്രമേ നമ്മുടെ റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് റേസ് ചെയ്യാം. അപ്പോൾ ജോമെട്രി നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് എന്താ തന്നുള്ളത്? ഡെൻസിറ്റി ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ദ എക്സ് വൈ പ്ലെയിൻ മുതൽ ഈ സർഫസ് വരെ എന്താണ്? പ്രൊപ്പോർഷണൽ എന്നാ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി വായിക്കാം. ഫൈൻഡ് മാസ് ഓഫ് ദി സർഫസ് ഓഫ് ദി പാരാബ്ലോയിഡ് z is equal to 1 plus x square plus y square in the first octant. ഓക്കെ, 3 ഡയമെൻഷൻ നിങ്ങൾ ഇമേജിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ സർഫസ്. ദാറ്റ് ഈസ് z is equal to 1 plus x square plus y square. നെക്സ്റ്റ് where 1 less than or equal to z less than or equal to 5. If the density at a point P on the surface, ഈ സർഫസിലെ P എന്ന ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ സർഫസിലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ഡയറക്ഷണൽ പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി xy പ്ലെയിൻ.
ദാറ്റ് ഈസ് ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ദാറ്റ് ഈസ് ഇത് എക്സ് വൈ പ്ലെയിൻ അല്ലേ, ഇത് വൈ അല്ലെങ്കിൽ ഇത് എക്സ് ഉണ്ട് വൈയും എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്നാണ് z ആണ് അല്ലേ. ദാറ്റ് ഈസ് z, ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഡെൻസിറ്റി ഫംഗ്ഷൻ പ്രൊപ്പോർഷണൽ ടു z ആണ്. ഈ ഡിസ്റ്റൻസിനുമായിട്ട് പ്രൊപ്പോർഷണൽ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ഇൻക്വാളിറ്റി, പ്രൊപ്പോർഷണൽ എന്ന സിമ്പിൾ നമ്മൾ ഇങ്ങനെ മാറ്റും. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു പറഞ്ഞ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് നമ്മൾ ഇൻറ്റു ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു വേണമെന്നെങ്കിൽ എന്ത് ചെയ്യാം? k ഇൻറ്റു z, ഇതെന്ന പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് റോ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? റോ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു z എന്ന് എഴുതാം. അപ്പൊ എല്ലാ കാര്യങ്ങളും കിട്ടി, സർഫസ് നമുക്ക് കിട്ടി, റോ കിട്ടി. നമ്മുടെ റീജിയൻ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് m ഈക്വൽ ടു എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ s, നെക്സ്റ്റ് റോ ഓഫ് എക്സ് വൈ, നെക്സ്റ്റ് ഡി എ അല്ലെ, ഡി എക്സ് ഡി വൈ, ദാറ്റ് ഈസ് സോറി ഡി എസ് അല്ലെ, ഇക്വേഷൻ ഇതായിരുന്നു ഡി എസ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? z, ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r, density function that is rho of xy into root of 1 plus fx square plus fy square into dA എന്ന് മാറ്റും അല്ലേ. ഇതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. that is this equal to നമുക്ക് എല്ലാം എഴുതാം. that is rho equal to നമ്മൾ kz എന്ന് എടുത്ത് എഴുതി. ഇനി ഫംഗ്ഷൻ സർഫസ് എന്താണ്? z is equal to 1 plus x square plus y square ആണ്. therefore f ആണ് ഇതില്. z is equal to some function of xy ആണ് നമ്മുടെ സർഫസ്. therefore fx എന്ത് വരും? fx equal to 2x എന്ന് വരും. fy എന്ത് വരും? that is 2y എന്ന് വരും. okay, substitute ചെയ്യാം. that is double integral over s rho of xy into ds, this equal to double integral over r, next rho that is k into z into next root of 1 plus 2x whole square plus 2y whole square into dA അല്ലെങ്കിൽ dx dy എന്ന് മാറ്റിയതാണ്. ഇനി നമുക്ക് അറിയേണ്ടത് റീജിയൻ ആണ് അല്ലേ. ലിമിറ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ റീജിയൻ കണ്ടെത്തണം. റീജിയനാണ് എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒന്നും കൂടിയും അത് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഇമേജ് ഇങ്ങനെയായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് ഇങ്ങനെയായിരുന്നു. ദാറ്റ് ഈസ് 3 ഡയമെൻഷൻ ചിന്തിക്കണം. ദാറ്റ് ഈസ് ഇങ്ങനെയായിരുന്നു. ദാറ്റ് ഈസ് z is equal to ഇവിടെ 1 plus x square plus y square ആയിരുന്നു. ഇതിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും കിട്ടുക? അവിടെ ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുക. ആ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ z ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ഇവിടുത്തെ z is equal to ഇതിനെ നേരെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ z എന്തായിരിക്കും? ദാറ്റ് ഈസ് z is equal to ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. z ഈക്വൽ ടു ഇവിടുത്തെ ഇതേ റേഡിയസ് ആയിരിക്കും ഇവിടെ. ഇതെന്താണ്? z is equal to 1 ഇത് അല്ലെ, z is equal to 5 ഇത്. ദാറ്റ് ഈസ് ഈ ഇതിനെ നേരെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് z. ഓക്കെ, ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് ഷിഫ്റ്റിംഗ് വന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരെ പ്രൊജക്ഷൻ ഇത് എന്താണോ അത് തന്നെയായിരിക്കും ഇത് താഴെ വരുന്ന നമ്മളെ സർക്കിളിന്റെ റേഡിയസും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അല്ലെ. ഇത് 4 ആണെങ്കിൽ ഇതും 4 ആണ്. നെക്സ്റ്റ് ഇത് 3 ആണെങ്കിൽ ഇതും 3 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ ഇത് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ജസ്റ്റ് നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കി, വെറും ലോജിക് വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് ഇതിന്റെ റേഡിയസ് ഈ സർഫസ് എന്താണ്? ദാറ്റ് ഈസ് z ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലെ. ദാറ്റ് ഈസ് ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് z is equal to 4 ആണ് ഇവിടെ അല്ലെ. z equal to 4 sorry z is equal to 5 ആണ് ഇവിടെ അല്ലെ. ഇത് z is equal to 1, ഇത് z is equal to 4 sorry 5, z is equal to 5 അല്ലെ. 1 less than or equal to z less than or equal to 5 ആണ്. therefore ഈ റേഡിയസ് എത്രയാണ്? ഈ റേഡിയസ് സോറി ഈ പ്ലെയിൻ ഈ ഡിസ്റ്റൻസ് എന്താണ്? z ന്റെ വാല്യൂ എന്താണ്? that is equal to 5 ആ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? that is 5 equal to 1 plus x square plus y square എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് z is equal to 5 കൊടുത്താൽ മതി. ഇവിടുത്തെ സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ അവിടെ z equal to 0 കൊടുത്താൽ മതി. ഇവിടുത്തെ സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ z ന് 1 കൊടുത്താൽ മതി അല്ലേ. z is equal to 1 ആണെങ്കിൽ ഈ പോയിന്റ് ഏതാണ്? അവിടെ ഉണ്ടാവുന്ന സർക്കിൾ എന്തായിരിക്കും? x square plus y square equal to 0 ആയിരിക്കും.
അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 1 വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് ഈ z is equal to 1 ല് ഈ സർഫസിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് 0 0 എന്ന പോയിന്റ് ദ ഒറിജിൻ അല്ലേ? ഇനി z is equal to 5 ആണെങ്കിലോ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ 5 കൊടുക്കുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് വരും. ദാറ്റ് ഈസ് സോറി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 5 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് വരും. അപ്പൊ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ ഈ റേഡിയസ് 4 എന്നാണ് ഇതിന്റെ അർത്ഥം. അതേ റേഡിയസ് ആയിരിക്കും ഇത് താഴെ ഉണ്ടായിരിക്കാം അല്ലെ? ദാറ്റ് ഈസ് റേഡിയസ് എന്തായിരിക്കും? 2 റേഡിയസ്. 2 റേഡിയസ് ഉള്ള സർക്കിള് നമ്മുടെ ഇമേജ് എക്സ് വൈ പ്ലെയിനിലെ സർക്കിൾ ആയതുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് പോളാറിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, therefore നമുക്ക് ഇതിനെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ k ഇൻറ്റു z ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഇവിടെ 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഇൻറ്റു നെക്സ്റ്റ് dx dy. എങ്ങനെ ചെയ്യും? എന്താണ് നമുക്ക് തന്നിട്ടുള്ള സർഫസ് z എന്താണോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? നമ്മൾ അങ്ങനെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സും വൈ മാത്രമേ ഉള്ളൂ. z-ന്റെ ടേം ഉണ്ടെങ്കിൽ z is equal to നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും ആ സർഫസ്. ആ സർഫസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താണ് z is equal to 1 plus x square plus y square. Therefore this equal to double integral k into 1 plus x square plus y square next root of 1 plus 4 എന്ത് ചെയ്യാം? നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി x square plus y square അല്ലേ? ബാക്കി dx dy എന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് പോളാറിലേക്ക് മാറ്റാം. പോളാറിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ എന്തായി? r വാരി ചെയ്യുന്നത് 0 മുതൽ x square plus y square equal to 4 ആണ്. ദാറ്റ് ഈസ് 2 റേഡിയസ് ഉള്ള സർക്കിൾ. ദാറ്റ് ഈസ് 0 to 2 എന്ന് എഴുതാം. ഇനി തീറ്റ വാരി ചെയ്യുന്നതോ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഒക്ടന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ദി ഫസ്റ്റ് ഒക്ടന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. therefore ഫുൾ റൊട്ടേഷൻ വരില്ല അല്ലേ? ദാറ്റ് ഈസ് എവിടെ മുതലാണ് ഫസ്റ്റ് ഒക്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ അല്ലെങ്കിൽ 0 മുതൽ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എക്സ് ആക്സ് ആക്കി എടുത്തിട്ടുണ്ടാവുക, ഇതാണ് y ആക്സ് ആക്കി എടുത്തിട്ടുണ്ടാവുക. കാരണം ആംഗിൾ മെഷർ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. therefore നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇവിടെ വരെ ആംഗിൾ മെഷർ ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയി. അതുകൊണ്ട് എപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഇവിടെ എക്സും ഇവിടെ വൈയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സ് ചെയ്തും വൈ ആക്സ് ചെയ്തും. ഓക്കെ, ആംഗിൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മെഷർ ചെയ്യുമ്പോൾ ഇത് π/2 ആയിരിക്കും. ദാറ്റ് ഈസ് 0 മുതൽ π/2 വരെ. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് പോളാർ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ k into 1 plus r square എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് x square plus y square equal to r square ആണ് പോളാർ ഫോമിൽ. into root of 1 plus 4r square r into dr d theta എന്ന് എഴുതാം. ഇനി r ന്റെ ലിമിറ്റ് 0 to 2 വരെ, തീറ്റയുടെ ലിമിറ്റ് 0 to π/2 വരെ. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഇവിടെ കോൺസ്റ്റന്റ് ടേമിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? k into integral 0 to π/2 integral 0 to 2. നെക്സ്റ്റ് ഇവിടെ ഒരു r ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് r നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈക്വൽ ടു r പ്ലസ് ഓക്കെ ഇങ്ങനെ തന്നെ എഴുതാം. കാരണം അത് ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് 1 പ്ലസ് r സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 4r സ്ക്വയർ ഇൻറ്റു r ഇൻറ്റു dr d തീറ്റ. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു r ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ പറ്റൂ. കാരണം ഇത് 3 ടേം ഉണ്ട്. ഇവിടെ 1 പ്ലസ് r സ്ക്വയർ ഉണ്ട്, റൂട്ട് 1 പ്ലസ് 4r സ്ക്വയർ ഉണ്ട്. ദാറ്റ് ഈസ് ഏറ്റവും കോംപ്ലിക്കേറ്റ് വന്നിട്ടുള്ള ടേമിനെ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് u ഈക്വൽ ടു, ഇതിലെ ഏറ്റവും കോംപ്ലിക്കേറ്റ് ടേം ഏതാണ്? 1 പ്ലസ് റൂട്ട് 1 പ്ലസ് 4r സ്ക്വയർ ആണ്. therefore u നെ നമ്മൾ എന്ത് ചെയ്തു? 1 പ്ലസ് 4r സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? അങ്ങനെ du divided by dr എന്തായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു 8r എന്നായിരിക്കും. ദാറ്റ് ഈസ് dr എന്തായിരിക്കും? du divided by 8r എന്ന് എഴുതാം അല്ലേ? ഇനി ഇവിടെ വേറെ എന്തൊക്കെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? റൂട്ട് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ 1 പ്ലസ് r ഉണ്ട് അല്ലെ? 1 പ്ലസ് r സ്ക്വയർ ഉണ്ട്. അത് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ദാറ്റ് ഈസ് 4r സ്ക്വയർ എന്താണ്? 4r സ്ക്വയർ ഈക്വൽ ടു u മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് r സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? u മൈനസ് 1 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടി അല്ലേ?
that is 1 plus u 1 plus r square ഇവിടെ എന്ത് ചെയ്യും 1 plus u minus 1 divided by 4 എന്ന് എഴുതിയാൽ മതി അല്ലേ. ഇനി എന്ത് ചെയ്യാം കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് മാറ്റേണ്ടി വരും അല്ലേ. ഇവിടെ r ന്റെ ലിമിറ്റ് 0 to 2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ യുടെ ലിമിറ്റ് എന്തായിരിക്കും 1 plus 4u 0 square that is 1 to 1 plus 4 into 2 square that is 1 plus 4 into 4 that's equal to 16 plus 1 that's equal to 17 എന്ന് വരും. ഓക്കെ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാം. that is this equal to k into integral 0 to pi by 2 integral 1 to 17 next 1 plus r square എന്താണ് u minus 1 divided by 4 അല്ലേ. നെക്സ്റ്റ് ഇവിടെ റൂട്ട് യു എന്ന് എഴുതാം. നെക്സ്റ്റ് ആർ ഇൻറ്റു എന്താണ് ഡി ആർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡി യു ഡിവൈഡ് ബൈ 8r ഇൻറ്റു ഡി തീറ്റ. ഈ ആർ ഇവിടുത്തെ ആറും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ ദാറ്റ് ഈക്വൽ ടു 1/8 നമുക്ക് പുറത്തേക്ക് എഴുതാം. ദാറ്റ് ഈസ് എന്താ എഴുതി k ഡിവൈഡ് ബൈ 8 എന്ന് എഴുതി. ബാക്കി ഇന്റഗ്രൽ 0 to pi by 2 ഇന്റഗ്രൽ 1 to 17 1 പ്ലസ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 4 ഞാൻ ഇവിടെ എഴുതാം. that is 4 plus u minus 1 divided by 4 that's equal to 3 plus u divided by 3 plus u divided by 4 എന്ന് എഴുതി അല്ലേ. that is 3 plus u divided by 4 next into root u into du d theta നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടേ ഉള്ളൂ അല്ലേ. ദാറ്റ് ഈക്വൽ ടു ഈ 4നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പുറത്തേക്ക് എഴുതാം അല്ലേ. ഇവിടെ ഓൾ ഡിവൈഡഡ് ബൈ അതിനെ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് എഴുതാം. ദാറ്റ് ഈസ് k ഡിവൈഡ് ബൈ 4 into 8 that is 32 integral 0 to pi by 2 integral 1 to 17 3 plus u into root u du d theta വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറി. ആ ബ്രാക്കറ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ k divided by 32 integral 0 to pi by 2 ഇവിടെ വരും 3 root u plus next u power 3 by 2 അല്ലേ 1 plus 1 by 2 that is 3 by 2 that is integral 1 to 17 into du d theta. ഓക്കെ ഇപ്പോഴും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. that is k divided by 32 ഇന്റഗ്രൽ 0 to pi by 2 ഇനി എന്ത് ചെയ്യാം ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് വരും u പവർ 1 by 2 ആണ് അല്ലേ. that is 3 into u power 1 by 2 plus 1 divided by 1 by 2 plus 1 നെക്സ്റ്റ് ഇവിടെ എന്ത് വരും u പവർ 3 by 2 plus 1 divided by 3 by 2 plus 1 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 to 17 into d theta. okay that equal to k divided by 32 integral 0 to pi by 2 ഇവിടെ എന്താ വരും 3 into u power 3 by 2 all divided by 3 by 2 plus next u power 5 divided by 2 all divided by 5 divided by 2 upper limit lower limit that is 1 to 17 into d theta. that is this equal to k divided by 32 integral 0 to pi by 2 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. that is 3u power 3 by 2 into 2 by 3 എന്ന് വരും അല്ലേ റെസിപ്രോക്കൽ മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് ഇവിടെയോ that is 2 by 5 u power 5 by 2 upper limit lower limit that is 1 to 17 d theta എന്നായി അല്ലേ. that equal to that is 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും k divided by 32 integral 0 to pi by 2 that is 2u power 3 by 2 plus 2 by 5 u power 5 by 2 upper limit lower limit 1 to 17 into d theta. that is equal to ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is this equal to k divided by 32 integral 0 to pi by 2 അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി 2 into 17 whole power 3 by 2 plus 2 by 5 17 whole power 5 by 2 upper limit minus lower limit ഇതിനെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ 2 plus 2 by 5 എന്ന് വരും അല്ലേ. that is upper limit minus lower limit എന്താണ് 17 whole power 3 by 2 പറഞ്ഞാ 17 whole power cube അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ 17 whole power
ക്യൂബ് ഓൾ പവർ 1/2 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 17 ഓൾ പവർ 3/2 that is 17 whole square into 17 whole power 1/2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, that is this equal to 17 into root 17 എന്ന് എഴുതാം അല്ലേ. that is root 17 ക്യൂബ് ആണെന്ത് റൂട്ട് 17 whole power 3/2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലല്ലേ, സോറി 17 whole cube whole power 1/2 ശരിയാണല്ലേ. that is 17 whole square into 17 whole power 1/2 that is 17 ശരിയായിരിക്കും അല്ലേ. that is 17 root 17 എന്ന് എഴുതാം അല്ലേ. that equal to therefore നമുക്ക് ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ k divided by 32 integral 0 to pi by 2 that is 2 into 17 root 17 plus ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം that's equal to 2/5 17 ഇവിടെ square that is 70 whole power 5 വരും അല്ലേ. that's equal to 17 square root 17 എന്ന് വരും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായി ജസ്റ്റ് കമ്പയർ ചെയ്യണം. നിങ്ങൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. കാൽക്കുലേഷൻ ആണ്. ദാറ്റ് ഈസ് ദിസ് മൈനസ് ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ദാറ്റ് ഈസ് 10 ദാറ്റ് ഈസ് 12 divided by 5 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഇൻറ്റു ഡി തീറ്റ. ഈ ഇന്റഗ്രൽ വളരെ സിമ്പിൾ ആണ്, കാരണം π/2 എന്നേ വരുള്ളൂ. നമുക്ക് അകത്തെ കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ മതിയായിരിക്കും. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു k divided by 32 ബാക്കി ഇന്റഗ്രൽ 0 to π/2 ഇവിടെ നിന്ന് വരും. ഇവിടെ ഞാൻ ഇതേപോലെ തന്നെ എഴുതാൻ പോവാം. that is 2 into 17 that is 2 into 17 that's equal to 34 root 17 plus next എന്താണ് 17 square equal to 289 അല്ലേ. that is 289 into 2 that's equal to 578 root 17 divided by 5 minus 12 divided by 5 into d theta that equal to that is this equal to 34 plus 578 that equal to k divided by 32 integral 0 to π/2 ഇവിടെ വരും 612 root 17 minus ഓക്കെ. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 കൊണ്ട് ഇവിടെയും ഒരു 5 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് 5 into 34 that equal to 170 എന്ന് വരും. 170 plus 578 that equal to 748 എന്ന് വരും. that is 748 root 17 divided by 5 minus 12 divided by 5 അല്ലേ. നെക്സ്റ്റ് ഈ 5 വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. that's equal to into d theta that is this equal to 5 നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും that is k divided by 32 into 5 32 into 5 that's equal to 160 എന്ന് വരും അല്ലേ. 160 നെക്സ്റ്റ് ഇത്രയും പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി എന്ത് വരും 0 to π/2 into d theta. അതിന്റെ ആൻസർ എന്താണ് that is π/2 ആണ് അല്ലേ. that is ഇവിടെ എന്ത് വരും ഇവിടെ 748 root 17 minus 12 divided by 1 that is നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം into π/2 അല്ലേ. ഇതിന്റെ ആൻസർ π/2 സിമ്പിൾ ഇന്റഗ്രൽ ആണ്. therefore നമ്മൾ ഡയറക്റ്റ് എഴുതാം. ഇനി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം.
that is this equal to k pi divided by 116. ഇവിടെ 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ? 4 പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? that is 448 that is divided by 4 that is 187 കിട്ടും അല്ലേ? that is ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 into 187 ആണ് എന്ത്? ഇത്രയും ടേം അല്ലേ? 748 into root 17 minus ഇതിനെ 3 into 4 എന്ന് എഴുതാം അല്ലേ? that equal to നമുക്ക് എന്ത് ചെയ്യാം? 4 നമുക്ക് പുറത്തേക്ക് എടുക്കാം. that is 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? that's equal to 4k pi divided by 40. ഇവിടെ നമുക്ക് 16 that is ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 116 നമുക്ക് 4 into 40 എന്ന് എഴുതാം അല്ലേ? that is ബാക്കി എന്ത് വരും? ഇവിടെ 187 root 17 minus 3 എന്ന് വരും അല്ലേ? that is ഇനി കോമൺ ആക്കി എടുക്കാൻ പറ്റില്ല അല്ലേ? that is 3 നമുക്ക് എന്ത് ചെയ്യാം? സോറി, ഇവിടെ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4 ഓക്കെ, ഇവിടെ 2 കൂടി ഉണ്ട് അല്ലേ? that is 2 into something അല്ലേ? that is 2 into something that is equal to k pi divided by 2 into 4 that is 8 187 root 17 minus 3. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായി ജസ്റ്റ് കമ്പയർ ചെയ്യണം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ് നോർമൽ വെക്റ്റർ? നമുക്കൊരു സർഫസ് കിട്ടി. ഞാൻ ഇവിടെ ഒരു ക്യൂബ് വരയ്ക്കാൻ പോവാം. ഒരു ക്യൂബ്, നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്യൂബ് വരയ്ക്കാൻ പോവാം. ഇതിന് ഇവിടെ ഒരു സൈഡ് ഉണ്ട്, ഇത് ഇവിടെ ഒരു സൈഡ്, ഈ സൈഡ് ഇവിടെ ഒരു സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഒരു ഭാഗമുണ്ട് അല്ലേ? ബാക്കിൽ ഒരു ഭാഗമുണ്ട്. ഈ ഇവിടെ ഒരു സൈഡ് ഉണ്ട്, താഴെ ഒരു സൈഡ് ഉണ്ട്, അത് അപ്പർ ഭാഗമുണ്ട്. ഇങ്ങനെ 8 1 2 3 4 5 6 ഫേസ് ഉണ്ട്. ഇവിടെ നോർമൽ വെക്റ്റർ പറയുന്നത് ഈ ഒരു ഫേസിന്റെ നോർമൽ വെക്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ നോർമൽ വെക്റ്റർ ഇതാ. ഇനി താഴത്തെ ഈ ഒരു ഫേസിന്റെ ദാറ്റ് ഈസ് നോർമൽ വെക്റ്റർ താഴോട്ടാണ് അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ഫേസ്, ഈ അപ്പർ ഭാഗത്തിന്റെ നോർമൽ വെക്റ്റർ മുകളിലോട്ടാണ്. നെക്സ്റ്റ് ഇവിടെ ഇതിന്റെ നോർമൽ വെക്റ്റർ ദാറ്റ് ഈസ് ഈ ഒരു സൈഡിന്റെ നോർമൽ വെക്റ്റർ എന്താണ്? ഇങ്ങോട്ടാണ് അല്ലേ? അതേപോലെ ഇത് നമ്മൾ നേരെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഫേസിന്റെ നേരെ ഫ്രണ്ടിലോട്ട്, നേരെ പുറകോട്ട് ഇത് അല്ലേ? അങ്ങനെ ഈ 6 ഫേസിനും എന്തുണ്ട്? ഓരോ നോർമൽ വെക്റ്റർ ഉണ്ട്. നമുക്കൊരു സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഒരു സർഫസ് നമുക്ക് ഇങ്ങനെ കിട്ടി. എന്താണ് നോർമൽ വെക്റ്റർ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നിട്ടുള്ള സർഫസ് സം z is equal to സം f of xy ആണെങ്കിൽ ഗ്രേഡിയന്റ് z അല്ലെങ്കിൽ ഗ്രേഡിയന്റ് f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ആ സർഫസിന്റെ നോർമൽ വെക്റ്റർ. നമുക്കൊരു സ്ഫിയർ കിട്ടി വിചാരിക്കാം, 3 ഡയമെൻഷനുകളൊന്ന് ഇമാജിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഒരു സ്ഫിയർ കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ വെക്റ്റർ എന്താണ്? ദാറ്റ് ഈസ് ഏതാണോ ആ സർഫസിനോട് നോർമൽ വെക്റ്റർ നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്ഫിയറിന്റെ ഇക്വേഷന്റെ ദാറ്റ് ഈസ് ഈ സർഫസിന്റെ ഇക്വേഷനെ അതിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചാൽ മതി. പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഒരു വേർഡാണ് ഫ്ലക്സ്. എന്താണ് ഫ്ലക്സ് പറയുന്നത്? ദാറ്റ് ഈസ് ഒരു സർഫസിലൂടെ ദാറ്റ് ഈസ് ടോട്ടൽ വോളിയം ഓഫ് എ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ദി എസ് പെർ യൂണിറ്റ് ടൈം. ദാറ്റ് ഈസ് ഒരു സർഫസിലൂടെ ഒരു സർഫസ് ഞാൻ ഇങ്ങനെ എടുത്തു, ഒരു ഹോൾ ദാറ്റ് ഈസ് ഒരു പൈപ്പിന്റെ ഒരു ഹോൾ എടുത്തു. ദാറ്റ് ഈസ് ഇതിന്റെ ഈ സർഫസിലൂടെ അറ്റ് എ ടൈം ടി ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വോളിയം ഫ്ലൂയിഡ് പാസ് ചെയ്തു അതിന്റെ അളവാണെന്ത് നമ്മൾ ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്ലക്സ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് ഫ്ലക്സ്, FLUX. ദാറ്റ് ഈസ് ഫ്ലക്സ്, ദാറ്റ് ഈസ് ടോട്ടൽ വോളിയം, the total volume of a fluid passing through the ears is this surface per unit time is called flux. Okay, അപ്പോൾ നമുക്ക് ചോദിക്കാം ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഈസ് ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് EF ഡോട്ട് എൻ ഡി എസ് എന്നാണ്. n ഏതാണോ ആ സർഫസിന്റെ നോർമൽ വെക്റ്റർ ആണ്. ദാറ്റ് ഈസ് IEF ഡോട്ട് എൻ ഡി എസ്. എഫ് എന്താണ്? ദാറ്റ് ഈസ് ഫീൽഡ്. EF ഡോട്ട് എൻ ഡി എസിനെ സർഫസ് ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ഫ്ലക്സ്.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫ്ലെക്സ്. ഇഫ് ക്വസ്റ്റ്യൻ ലെറ്റ് f equal to f of x y z, this equal to zj plus zk, represented the flow of a liquid, represented the flow of a liquid. Find the flux of EF through the surface is given by that portion of the plane, portion of the plane 3x plus 2y plus z equal to 6 in the first octant oriented upward. Okay, that is flux ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഫ്ലക്സ് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് ഫ്ലക്സ് ഈക്വൽ ടു, ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ്. എഫ് നമുക്കറിയണം, ഏതാണോ സർഫസ് ആ സർഫസിന്റെ നോർമൽ വെക്റ്റർ നമുക്കറിയണം, അതിനെ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇതാണ് ഫ്ലക്സ്, ഔട്ട്വേർഡ് ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇനി തന്നിട്ടുണ്ട്, എല്ലാ ഡേറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. വെക്റ്റർ ഫീൽഡ് എഫ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു zj പ്ലസ് zk അല്ലേ. ഇനി സർഫസ് തന്നിട്ടുണ്ട്. സർഫസ് കിട്ടി കഴിഞ്ഞാലേ നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് സർഫസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3x പ്ലസ് 2y പ്ലസ് z is equal to 6. ദാറ്റ് ഈസ് സർഫസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് z is equal to some function of xy ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഓക്കെ, 3 ഡയമെൻഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് z is equal to g of xy. സർഫസ് എപ്പോഴും g of xy z equal to ദാറ്റ് ഈസ് സം ഫംഗ്ഷൻ ഓഫ് xyz ആയിരിക്കും തന്നുള്ള സർഫസ്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനെ മാറ്റിയിട്ട് g of xy ഇതിനെ എല്ലാം ഒന്നെങ്കിൽ ഈ സൈഡിൽ എടുക്കുക അല്ലെങ്കിൽ 6നെ ഈ സൈഡിൽ എടുക്കുക. എന്നിട്ട് കിട്ടുന്ന ഇക്വേഷൻ ആണ് g of xyz. Okay, therefore g of xyz നെ നമുക്ക് എങ്ങനെ എഴുതാം? that is 3x plus 2y plus z minus 6 equal to 0 എന്ന് എഴുതാം. അപ്പൊ ഇത്രയും ടേം ആണെന്ത് നമ്മുടെ g of xyz തന്നിട്ടുള്ള സർഫസ്. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്താ വേണ്ടത്? നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കണം അല്ലേ. നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ദാറ്റ് ഈസ് തമ്മിലുള്ള ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഗ്രേഡിയന്റ് ജി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഗ്രേഡിയന്റ് ജി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നോർമൽ വെക്റ്റർ. നമുക്കൊരു സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് എന്ത്? അതിന്റെ നോർമൽ വെക്റ്റർ. ഏതാണോ സർഫസ് ദാറ്റ് ഈസ് ആ സർഫസിന്റെ നോർമൽ വെക്റ്റർ കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഗ്രേഡിയന്റ്, ആ തന്നിട്ടുള്ള ഫംഗ്ഷനെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഗ്രേഡിയന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് എന്താണ് ഗ്രേഡിയന്റ്? നിങ്ങൾക്ക് ഒരു എഫ് കിട്ടിയിട്ടുണ്ട് വിചാരിക്കാം. എഫ് ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണെങ്കിൽ എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ ആണെന്ന് ഗ്രേഡിയന്റ്. പക്ഷെ ഇവിടെ നമ്മൾ 3 ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു വെക്ടർ അല്ലേ. അപ്പൊ അവിടെ 3 വിത്ത് റെസ്പെക്ട് ടു സെഡും കൂടി ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും, ഇവിടെ സെഡ് ഈക്വൽ ടു എന്നല്ലേ എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ 3 ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു നോർമൽ വെക്ടറിന് ഐ ജെ കെ കമ്പോണൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കണം? g of x y z. ഈ ടേമിലുള്ള എക്സും വൈയും സെഡും കണ്ടെയ്ൻ ചെയ്യുന്ന ടേം ആയിരിക്കും നമ്മുടെ സർഫസ് ഇക്വേഷൻ g of x y z. അപ്പോഴേ നമുക്ക് എന്തുള്ളൂ? ദാറ്റ് ഈസ് 3 ഡയറക്ഷൻ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് n is equal to some a i plus b j plus c k ഉണ്ടാവുള്ളൂ അല്ലേ. സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ മാത്രമാണെങ്കിൽ അവിടെ കെ കോർഡിനേറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ 3 ഡയമെൻഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണേ. therefore നമ്മുടെ സർഫസ്, നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കണം? g of x y z ആയിരിക്കണം. therefore നമ്മുടെ ഇക്വേഷൻ എപ്പോഴും നിങ്ങൾ എന്താണോ സർഫസ് തന്നിട്ടുള്ളത് അതിനെ ഈക്വൽ ടു 0 എന്ന ഫോമിലേക്ക് മാറ്റി എഴുതുക. ഒന്നെങ്കിൽ ഇതിനെയെല്ലാം ഇങ്ങോട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതിനെയെല്ലാം ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സർഫസ് എന്തായി? 3x plus 2y plus z minus 6 equal to 0. ഇതാണ് നിങ്ങൾ
ചെയ്യാൻ പോകുന്ന ഗ്രേഡിന്റെ എടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ. therefore നമുക്ക് എന്ത് ചെയ്യാം, n ഫസ്റ്റ് കണ്ടുപിടിക്കാം. എന്താണ് n? that is n പറഞ്ഞു കഴിഞ്ഞാൽ n എന്താണ്? n is the unit normal vector. യൂണിറ്റ് നോർമൽ വെക്റ്റർ, that is പെർപെൻഡിക്കുലർ വെക്റ്റർ. ഏതാണോ സർഫസ്, ആ സർഫസിന്റെ പെർപെൻഡിക്കുലർ വെക്റ്റർ അതെന്തായിരിക്കും? യൂണിറ്റ്, ആ യൂണിറ്റ് വെക്റ്റർ ആയിട്ട് നമ്മൾ മാറ്റി എഴുതണം. ഓക്കെ, therefore നമ്മൾ ചെയ്യാൻ പോണത് that is n equal to, നമ്മളിവിടെ n ക്യാപ്പ് കൊടുക്കാം. that is n equal to ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. എന്താണ് n? gxi പ്ലസ് gyj പ്ലസ് gzk. ഇതാണ് n. g എന്ന ഫംഗ്ഷൻ ഏതാണ്? that is ഇതാണ് g എന്ന ഫംഗ്ഷൻ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ എന്ത് വരും? that's equal to 3i എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ that is 2j എന്ന് വരും. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ that is k എന്ന് വരും. അപ്പൊ ഇതാണ് നോർമൽ വെക്റ്റർ. നമുക്ക് വേണ്ടത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ആണ്. that is n ക്യാപ്പ് ആണ് നമുക്ക് വേണ്ടത്. therefore എന്ത് വരും? 3i plus 2j plus k divided by root 9 plus 4 plus 1 that equal to 1 divided by 14, 1 divided by 14. next 3i plus 2j plus k എന്ന് വരും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ f നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ f ഒന്നും കൂടി എടുത്ത് എഴുതാം. f equal to zj plus zk ആണ് അല്ലേ. എങ്ങനെ എഴുതാം? 0i plus zj plus zk എന്ന് മാറ്റി എഴുതും. ഓക്കെ, ഇനി n എന്താ നമുക്ക് കിട്ടിയുള്ളത്? n equal to 1 divided by root 14. next 3i plus 2j plus k അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ്? f ഡോട്ട് n ക്യാപ്പ്, that is യൂണിറ്റ് നോർമൽ വെക്ടറും f ഉം തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? that is 0 into 3, that is 0, that is 1 by 40 നമുക്ക് എന്ത് ചെയ്യാം? പുറത്ത് എഴുതാം. 1 divided by root 14. ബാക്കി എന്തുണ്ട്? 0i plus ij ക്ക് ഡോട്ട് പ്രോഡക്റ്റ് വരുമ്പോൾ i ഉണ്ടാവില്ല അല്ലേ. that is 0 into 3 plus z into 2, that is 2z plus 2z plus next ഇവിടെ എന്ത് വരും? z into 1, that is z എന്ന് വരും അല്ലേ. that's equal to എന്ത് വരും? 1 divided by root 14 into 3z എന്ന് വരും. ഇതാണ് എന്ത്? f ഡോട്ട് n. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? that is ഡബിൾ ഇന്റഗ്രൽ ഓവർ s f ഡോട്ട് n ds ആണ് അല്ലേ. therefore this equal to നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. that is this equal to ഡബിൾ ഇന്റഗ്രൽ ഓവർ s f ഡോട്ട് n എന്താണ്? 1 divided by root 14 into 3z into ds അല്ലേ. മാറ്റി എഴുതാം. that is നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇത് നമുക്ക് ഇവാലുവേറ്റിന് അറിയാം. ഇത് നമുക്ക് സർഫസ് ഇന്റഗ്രൽ ആണ്. that is 1 divided by root 14 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ z എന്താണോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ. z എന്തായിരുന്നു? 3x plus 2y plus z is equal to 6 ആയിരുന്നു. ഇതാണ് നമ്മുടെ സർഫസ്. ഇതിൽ നിന്ന് z ഇവിടെ മാറ്റി എഴുതണം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്, സർഫസ് ഇന്റഗ്രൽ പഠിച്ചത്. എന്താണോ തന്നുള്ള ഫംഗ്ഷൻ അതിലെ z എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. that is this equal to എന്ത് വരും? 6 minus 3x minus 2y. ഇതാണ് z അല്ലേ. 1 divided by 40 നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഡബിൾ ഇന്റഗ്രൽ ഓവർ r. നെക്സ്റ്റ് z നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി റൂട്ട് ഓഫ് fx അല്ലേ. 1 plus fx square plus fi square into dA അല്ലേ. dx dy. എന്താണ് f? z equal to എന്താണോ അതാണ് f. z equal to നമ്മൾ എന്താ എഴുതിയത്? 6 minus 3x minus 2y അല്ലേ. therefore fx whole square എന്ത് വരും? that is this equal to 1 divided by 14 double integral over r 6 minus 3x minus 2y. next root of 1 plus fx that is zx എന്ത് വരും? that's equal to minus 3 വരും. minus 3 whole square that is plus 9 എന്ന് വരും അല്ലേ. fy എന്ത് വരും? that is 2 വരും. 2 square that's equal to 4 എന്ന് വരും അല്ലേ. into dx dy, that is dx dy തന്നെ നമുക്ക് എഴുതാം. that is this equal to 1 divided by root 14 double integral over r 6 minus 3x minus 2y that is into ഇവിടെ എന്താണ്? this root 40 അല്ലേ. root 14 into dx dy. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. ബാക്കി സിമ്പിൾ ടേമിലേക്ക് മാറി. ഡബിൾ ഇന്റഗ്രൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡബിൾ ഇന്റഗ്രൽ ഓവർ r into 6 minus 3x minus 2y into next dx dy എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ റീജിയൻ
ഇവിടെ നോക്കി കഴിഞ്ഞാൽ സർഫസ് നമുക്ക് എക്സ് വൈ പ്ലെയിനിലെ സർഫസ് എക്സ് വൈ പ്ലെയിനിലെ റീജിയനാണ് നമുക്ക് വേണ്ടത് അല്ലേ. നമ്മുടെ റീജിയൻ എന്തായിരുന്നു, ദാറ്റ് ഈസ് ഒരു പോർഷൻ ആയിരുന്നു, ഒരു സർഫസ് ആയിരുന്നു അല്ലേ. ആ സർഫസ് ഏതായിരുന്നു 3x + 2y + z = 6 ആയിരുന്നു. അത് എക്സ് വൈ നമ്മൾ കുറെ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. z സം കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ് എക്സ് വൈ പ്ലെയിനോട് എന്താ പാരലൽ ആയിട്ടുള്ള ഒരു സർഫസ്. z സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണെങ്കിലോ അതിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കും അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് എക്സ് വൈ പ്ലെയിനിലെ റീജിയൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ z-ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായി, ദാറ്റ് ഈസ് 3x + 2y = 6. ഇത് ഏതാ ലൈന്, ഒരു എക്സ് വൈ പ്ലെയിനിലെ ഒരു ലൈനാണ് അല്ലേ. എക്സ് വൈ പ്ലെയിനിലെ ഏത് ലൈനാണ് അത് കണ്ടുപിടിക്കണമെങ്കിൽ 2 പോയിന്റ് ആർബിറ്ററി പോയിന്റ് നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാം. ഫസ്റ്റ് വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, x = 3x = 6, ദാറ്റ് ഈസ് x = 2. ഇനി x-ന് 0 കൊടുത്തു കഴിഞ്ഞാലോ 2y = 6, ദാറ്റ് ഈസ് y = 3. അപ്പൊ ഏത് ലൈനാണ് 2 0 കൂടി പാസ് ചെയ്യണം, ദാറ്റ് ഈസ് 2 0 കൂടി പാസ് ചെയ്യണം, 3 0 3 കൂടി പാസ് ചെയ്യണം, ദാറ്റ് ഈസ് ഇതാ ലൈൻ. അപ്പോൾ ഈ നമ്മുടെ റീജിയൻ ഏതാണ്, ഇതാണ് നമ്മുടെ റീജിയൻ, അകത്തുള്ള ഭാഗമാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, therefore ലിമിറ്റ് എങ്ങനെ എഴുതാം, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്, ഇതാണ് 3x + 2y = 6. അതിന് y = നമുക്ക് എങ്ങനെ എഴുതാം, 6 - 3x / 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി എക്സിന്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ, എക്സിന്റെ ലിമിറ്റ് 0 മുതൽ 2 വരെ, എക്സിന്റെ ലിമിറ്റ് 0 മുതൽ 2 വരെ. വൈയുടെ ലിമിറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് മേലെ വരെ അല്ലെ. താഴത്തെ ലൈൻ ഏതാണ്, y = 0. മുകളിലത്തെ ലൈൻ ഏതാ, y = 6 - 3x / 2. ദാറ്റ് ഈസ് വൈയുടെ ലിമിറ്റ് നമുക്ക് എന്ത് എഴുതാം, 6 - 0 to 6 - 3x / 2 എന്ന് എഴുതാം. Okay, that is this equal to നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is this equal to double integral over r 6 - 3x - 2y next dx dy. ഇനി ഇവിടെ x ന്റെ ലിമിറ്റ് 0 to 2 അല്ലേ, y-യുടെ ലിമിറ്റ് 0 മുതൽ 6 - 3x / 2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പുറത്തുള്ളത് ഫംഗ്ഷന്റെ ലിമിറ്റും അകത്തുള്ളത് കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ്. therefore ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് 0 to 2 നെക്സ്റ്റ് 0 to 6 - 3x / 2 6 - 3x - 2y into dy dx. ഇവിടെ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയും ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു y ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും, 6y - 3xy - 2y² / 2 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് 0 to. ഇവിടെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കോമൺ ഡിനോമിനേറ്റർ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 - 3/2x വരും. കാരണം 6/2 എന്താണ്, 3 ആണ് അല്ലെ, ഇൻറ്റു dx എന്ന് എഴുതാം. ഒന്നുകൂടി സിമ്പിൾ ഫോമിൽ ദാറ്റ് ഈസ് ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം അല്ലെ. ദാറ്റ് ഈസ് 2 ക്യാൻസൽ ചെയ്തു. ലോവർ ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് 0 ആണ്. therefore ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. therefore സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to 2. ഇനി y ക്കാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് 6 into 3 - 3/2x upper limit minus 3x into again 3 - 3/2x next minus 3 - 3/2x whole square 3/2x whole square next into dx. ഇത്രയും സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു x ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ 18 ആയി, മൈനസ് ഇവിടെ 18 / 2 into x ആയി. നെക്സ്റ്റ് ഇവിടെ 9x വന്നു പ്ലസ് 9/2x² എന്ന് വന്നു, മൈനസ് ഇവിടെ നമുക്ക് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാനുണ്ട് അല്ലേ, a - b whole square ദാറ്റ് ഈസ് 9 മൈനസ് ഇവിടെ 3 ഇവിടെ അഗൈൻ 3 into 2 into 3 into 3/2 that's equal to എന്ത് വരും, minus 9x
പ്ലസ് നെക്സ്റ്റ് 9/4 x² എന്നും അല്ലേ ഇൻറ്റു dx. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. കുറേ ടേം ക്യാൻസൽ ചെയ്യാണ്ട് അതിന്റെ തൊട്ട് മുന്നേ ഈ ബ്രാക്കറ്റ് കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇന്റഗ്രൽ 0 to 2 18 minus 18 divided by 2 that is 9x ആണല്ലേ. 9x minus 9x plus 9/2 x². ഇവിടെ minus 9 plus 9x plus 9 divided by 4 x². അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ കുറേ ടേം ക്യാൻസൽ ചെയ്യാണ്ട് ഇവിടെ 9x ഇവിടുത്തെ 9x ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 18 ഇവിടെ -18 ബാക്കി ഇവിടെ 9 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to 2 9 മൈനസ് ഇവിടെ 9x ഇവിടെ പ്ലസ് 9/2. ഓക്കെ ഇവിടെ എക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ മൈനസ് ആ വേണ്ടത് അല്ലേ. ഇത് മൈനസ് ആണ്. ദാറ്റ് ഈസ് പ്ലസ് ഇവിടെ എന്ത് വരും 9/2 x² മൈനസ് 9/4 വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിനോമിനേറ്റർ വരും. ദാറ്റ് ഈസ് 9x² ഡിവൈഡ് ബൈ 4 വരും അല്ലേ ഇൻറ്റു dx. ദാറ്റ് ഈസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 നെക്സ്റ്റ് 9x minus 9x² divided by 2 next plus 9x³ divided by 12 upper limit lower limit 0 to 2 that is this equal to upper limit കൊടുക്കാം that is 9 that is 8 lower limit കൊടുക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് 0 ആണ്. that is 18 minus ഇവിടെ എന്ത് വരും 2 cancel ചെയ്ത് കഴിഞ്ഞാൽ that is 18 minus 18 next plus ഇവിടെ എന്ത് വരും 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും 9 into 2 into 2 into 2 അല്ലേ 2³ divided by 2 into 2 into 3 എന്ന് എഴുതാം അല്ലേ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇതും ക്യാൻസൽ ചെയ്ത് അല്ലേ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി 3 into ഓക്കെ ഇവിടെ ഒരു ടേം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഈ 3 അല്ലേ 3z ഇവിടെ 3 പുറത്തേക്ക് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ z-ന് 3 divided by 40 ഞാൻ പുറത്തേക്ക് എടുത്തപ്പോൾ 1 divided by 40 മാത്രമേ 3 പുറത്ത് കിടക്കുന്നുണ്ട്. z നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബാക്കിയെല്ലാം എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എല്ലാ സ്റ്റെപ്പിലും 3 ഉണ്ടായിരുന്നു അല്ലേ. എവിടെയും ഇതെല്ലാം 3 ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദിസ് 3 ആ 3 ലാസ്റ്റ് വരെ 3 പുറത്ത് ലാസ്റ്റ് വരെ 3 പുറത്തുണ്ട് അല്ലേ. ദാറ്റ് ഈസ് പുറത്തുന്നുണ്ട് 3 into ദാറ്റ് ഈസ് 3 into this term അല്ലേ. ദാറ്റ് ഈസ് ഈ 3യും ഇവിടെയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താണ് 2 into 9 ദാറ്റ്സ് ഈക്വൽ ടു 18. ഓക്കെ ജസ്റ്റ് കമ്പയർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ 18 എന്ന് കണ്ടതുപോലെ ഞാൻ തോന്നി. ആൻസർ 18 എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യാം. ഓക്കെ നെക്സ്റ്റ് find a flux. Next question. Find a flux of the field EF of x, y, z equal to y, z, j plus z square. Okay. Outward through the surface EF of x, y, z equal to y, z, j plus z square. Okay. Outward through the surface. Okay. And we're going to repeat it. That is outward through the surface. Yes, through the surface. ES cut from the
cylinder cut from the cylinder, y square plus z square equal to 1, where z greater than or equal to 0 by the plane x equal to 0 and x equal to 1. Okay, field തന്നിട്ടുണ്ട്, that is f of x y z, this equal to y z j plus z square k. നമുക്ക് field തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു സർഫസ് തരണം അല്ലേ? ആ സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സർഫസ് കിട്ടണം, അതുപോലെ തന്നെ ആ സർഫസിൽ നിന്ന് നമ്മുടെ റീജിയനും കിട്ടണം. That is out where the surface is cut from the cylinder. ഏതാണ് സിലിണ്ടർ? y square plus z square equal to 1. ഇത് ഞാൻ 3 ഡയമെൻഷൻ വരയ്ക്കാൻ പോവാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് പറയുന്ന പോലെ ഇത് y ആക്സിസ് എടുത്തു, ഇത് x ആക്സിസ് എടുത്തു, ഇത് z ആക്സിസ് എടുത്തു. നമുക്കറിയുന്ന ഇക്വേഷൻ ആണ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 1. ഇതെന്താണ്? ഇത് സർക്കിൾ അല്ലേ? എവിടെയാണ് സർക്കിൾ? xy പ്ലെയിനിൽ ഇത് സർക്കിളാണ്. അഥവാ xy പ്ലെയിൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ xy പ്ലെയിനിൽ ഇത് സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് yz പ്ലെയിനിൽ ഇത് സർക്കിളാണ്. അപ്പോൾ പ്ലെയിൻ എങ്ങനെയായിരിക്കും? ഏതാണ് yz പ്ലെയിൻ? y പ്ലെയിൻ ആക്സ് ചെയ്ത് നെക്സ്റ്റ് z ആക്സ് ചെയ്ത് yz പ്ലെയിനിൽ, ദാറ്റ് ഈസ് ഇത് സർക്കിൾ അല്ലേ? പക്ഷേ ഇവിടെ എക്സ് എത്രയും വാരി ചെയ്യാം. അഥവാ നമുക്ക് ഈ സർക്കിള് ഈ എക്സ് ആക്സിന്റെ ഇങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ദാറ്റ് ഈസ് ഇങ്ങനത്തെ ഒരു സിലിണ്ടർ ആയിരിക്കും നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഒരു സിലിണ്ടർ അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ സിലിണ്ടർ എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1. പക്ഷേ ആ സിലിണ്ടർ എവിടെ കട്ട് ചെയ്യുന്നത്? x ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 പറഞ്ഞാൽ y ആക്സ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സിലിണ്ടറിനെ ദാറ്റ് ഈസ് ആക്സിലൂടെ പാസ് ചെയ്യുന്ന സിലിണ്ടർ ഇവിടെ കട്ട് ചെയ്യാം. അടുത്തത് x ഈക്വൽ ടു 1. ഏതാണ് x ആക്സ്? ഇതാണ് x അല്ലേ? x ഈക്വൽ ടു 1ലും കട്ട് ചെയ്തു. അതുപോലെ തന്നെ അപ്പോൾ ഇനി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. അഥവാ താഴെ ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും? ഞാൻ ഇവിടെ ഒന്നും കൂടി, കാരണം ജോമെട്രി കുറച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അഥവാ yz പ്ലെയിനിലെ സർക്കിൾ ആണ്, അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സിലിണ്ടർ ആണ് എന്തോ, അതാണ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് xy. ഞാൻ ഒന്നും കൂടി വരയ്ക്കാം. ഇത് y ആക്സ്, ഇത് x ആക്സ്, ഇത് x ആക്സ്, ഇത് z ആക്സ് അല്ലേ? y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാൽ xz അല്ലെങ്കിൽ yz പ്ലെയിനിലുള്ള ഒരു സർക്കിൾ, അഥവാ ഇത് ഈ x ആക്സിലല്ല yz പ്ലെയിൻ, ഈ ഒരു പ്ലെയിനിലുള്ള ഒരു സർക്കിൾ. ഇനി ഇവിടെ x നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? x നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാൽ xy പ്ലെയിനാണ് സർക്കിൾ. അഥവാ അത് 3 ഡയമെൻഷൻ കൊണ്ടുവന്നാൽ xy പ്ലെയിനിലെ ഈ സർക്കിൾ നമുക്ക് വേണമെങ്കിൽ എത്രയും മുകൾക്കും ഷിഫ്റ്റ് ചെയ്യാം, താഴേക്കും ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ xz പ്ലെയിനിൽ zy പ്ലെയിനിലെ സർക്കിൾ ആണ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1. അത് നമുക്ക് ഈ x ആക്സിന് കറസ്പോണ്ട് എത്ര വേണമെങ്കിൽ ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെ വരും. ഇതാണ് സർക്കിൾ വരിക. അതേപോലെ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ ദാറ്റ് ഈസ് ഇങ്ങോട്ടും വരും അല്ലേ? ദാറ്റ് ഈസ് ഇങ്ങോട്ടും വരും. ദാറ്റ് ഈസ് 3 ഡയമെൻഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യണം അല്ലേ? ഇങ്ങനെ വരും അല്ലേ? അത് x ഈക്വൽ ടു 0 കട്ട് ചെയ്യാൻ പറഞ്ഞെന്താ? ഈ ഒരു ഭാഗം ഇവിടെ കട്ട് ചെയ്തു. അതുപോലെ x ഈക്വൽ ടു 1 പറഞ്ഞ ഇവിടെയും കട്ട് ചെയ്തു. z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞ ഈ താഴേക്ക് പോകുന്ന ഭാഗം നമ്മൾ കൗണ്ട് ചെയ്യൂല. അപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഇമേജ്? നിങ്ങൾ 3 ഡയമെൻഷനിൽ ചിന്തിക്കണം. ദാറ്റ് ഈസ് ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്ത് വരും? ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻ. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? നമുക്ക് അറിയേണ്ടത് x ഈക്വൽ ടു 0, x ഈക്വൽ ടു 1 ഈ ഭാഗം, ഈ താഴത്തെ ഭാഗം എങ്ങനെയാണോ അതിന്റെ റീജിയൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ സർഫസ് ഏതാണ്? സർഫസ് നമുക്ക് തന്നിട്ടുണ്ട് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1.
ഓക്കെ, ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. തന്നിട്ടുണ്ട് എഫ് ഈക്വൽ ടു വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട് വൈ സെഡ് ജെ പ്ലസ് സെഡ് സ്ക്വയർ കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർഫസ് നമുക്ക് തന്നിട്ടുണ്ട് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് g of x y z ദിസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നോർമൽ വെക്റ്റർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കറിയേണ്ട റീജിയൻ ആണ് അല്ലെ. റീജിയൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഓക്കെ, അതിലേക്ക് വരാം. ദാറ്റ് ഈസ് റീജിയൻ എന്ത് വരും? x ഈക്വൽ ടു 0 കട്ട് ചെയ്തു, x ഈക്വൽ ടു 1 കട്ട് ചെയ്തു. നെക്സ്റ്റ് ഈ രണ്ട് സൈഡും എന്താണ്? അവിടെ ഒന്നുകൂടി ഞാൻ വരയ്ക്കാം. ഇതാണ് വൈ സെഡ് പ്ലെയിനുള്ള സർക്കിൾ അല്ലെ. വൈ സെഡ് പ്ലെയിനുള്ള സർക്കിൾ. ഈ റേഡിയസ് എത്രയാണ്? ഈ റേഡിയസ് 1 അല്ലെ. ഇതും 1 അല്ലെ. ദാറ്റ് ഈസ് ഇത് വൈ ആക്സ് ആണ്. ഇത് ദാറ്റ് ഈസ് ഇവിടെ കട്ട് ചെയ്യുന്ന ഭാഗം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും. ഇവിടെയും കട്ട് ചെയ്യുന്ന ഭാഗം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും. ദാറ്റ് ഈസ് വൈ വാരി ചെയ്ത് എവിടെ മുതൽ എവിടെ വരെയാണ്? ദാറ്റ് ഈസ് 1 to 1 വരെ വാരി ചെയ്യും. എക്സ് വാരി ചെയ്യുന്നതോ ദാറ്റ് ഈസ് 0 മുതൽ 1 വരെ. കാരണം എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 1 കട്ട് ചെയ്യുന്നത്. therefore കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എക്സ് വാരി ചെയ്യുന്നത് 0 to 1 വരെ, വൈ വാരി ചെയ്യുന്നത് -1 to 1 വരെ. -1 to 1 വരെ. ഇനി z നോർമൽ വെക്റ്റർ നമുക്കറിയാം. ദാറ്റ് ഈസ് നോർമൽ വെക്റ്റർ എന്താണ്? n ഈക്വൽ ടു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0i പ്ലസ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 2yj പ്ലസ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ 2zk എന്ന് കിട്ടി. ഓക്കെ, n ക്യാപ്പ് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് യൂണിറ്റ് നോർമൽ വെക്റ്റർ. ദാറ്റ് ഈസ് എന്ത് വരും? ഇതിന്റെ 0i പ്ലസ് 2yj പ്ലസ് 2zk ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ എന്ന് വരും അല്ലെ. 4 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം അല്ലെ. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് 0i പ്ലസ് 2yj പ്ലസ് 2zk ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ അല്ലെ. ഇതേതാണ് നമ്മുടെ സർഫസ് ആണ് അല്ലെ. ആ സർഫസിലെ യൂണിറ്റ് വെക്റ്റർ. therefore y സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്താ? ദാറ്റ്സ് ഈക്വൽ ടു 1. എപ്പോഴും നമ്മുടെ സർഫസ് ഇതാണ് അല്ലെ. ആ സർഫസിലെ y സ്ക്വയർ പ്ലസ് z സ്ക്വയർ എപ്പോഴും 1. therefore ഇത് 1 ആക്കി എടുക്കാം. നമുക്ക് ചൂസ് ചെയ്യാം, 1 ആക്കി ചൂസ് ചെയ്യാം. ഈ 2 എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ n ക്യാപ് എന്തായിരിക്കും? പിന്നെ that is 0i പ്ലസ് yj പ്ലസ് z വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറി അല്ലെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ എഫ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഈ എഫ് എന്തായിരുന്നു? ദാറ്റ് ഈസ് 0i അല്ലെ. എഫ് എന്തായിരുന്നു? 0i പ്ലസ് yzj പ്ലസ് z സ്ക്വയർ കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇ എഫ് ഡോട്ട് എൻ എന്തായിരിക്കും? എൻ ക്യാപ് എന്തായിരിക്കും? ദാറ്റ് ഈസ് 0 ഇൻറ്റു 0 പ്ലസ് ദാറ്റ് ഈസ് 0 പ്ലസ് y ഇൻറ്റു yz ദാറ്റ് ഈസ് y സ്ക്വയർ z പ്ലസ് നെക്സ്റ്റ് z ഇൻറ്റു z സ്ക്വയർ ദാറ്റ് ഈസ് z ക്യൂബ് വരും അല്ലെ. ഇതിൽ നിന്ന് z നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലെ. z പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? y സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്ന് വരും. ഇതെവിടെ? സർഫസിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ. ഇതെന്താണ്? ഇത് വീണ്ടും എന്താണ്? y സ്ക്വയർ പ്ലസ് z സ്ക്വയർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. therefore f ഡോട്ട് n വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറി. ദാറ്റ് ഈസ് z. ഓക്കെ, therefore നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ s f ഡോട്ട് n ds. This equal to double integral over s z into ds. Okay, that is this equal to double integral over r z എന്താണ്? that is z equal to okay z into ds. ds എന്താണ്? root of നമ്മൾ എങ്ങനെ മാറ്റിയതും 1 plus efx whole square plus efy whole square. ഏതാണ് ഇവിടുത്തെ z? z is equal to some function of xy ആണ് അല്ലേ. that is z is equal to 1 minus y square എന്ന് എഴുതേണ്ടി വരും. that is z x എന്താണ്? 0. z y എന്താണ്? that's equal to
2y അല്ലേ z minus 2y that is zy square, that is ഇതാണ് fx fy, that is into dA, that is this equal to double integral over r z into root of 1 plus 4y square എന്ന് എഴുതേണ്ടി വരും അല്ലേ. ഓക്കെ, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വരുത്തിയുള്ളത് z സ്ക്വയർ ആയിരുന്നു ഇത് അല്ലേ, z സ്ക്വയർ, കാരണം y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആണ്, y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആണ് 1. ഓക്കെ, z സ്ക്വയർ ഈക്വൽ ടു ആണ് 1 മൈനസ് y സ്ക്വയർ, ദാറ്റ് ഈസ് z is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് y സ്ക്വയർ വരും. പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട് z എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, നമ്മൾ നെഗറ്റീവ് പാർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. therefore z ഇവിടെ എന്താണ്, z ഈക്വൽ ടു root of 1 minus y square. therefore z x 0 ആണ്, z y എന്ത് വരും, 1 divided by 2 into root of 1 minus y square into 2y എന്ന് വരും. 2 cancel ചെയ്യാം, ബാക്കി എന്ത് വരും, y divided by root of 1 minus y square അല്ലേ. therefore this equal to നമുക്ക് എന്ത് എഴുതാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ r z into root of 1 plus y divided by, ഇത് mistake അല്ലേ, that is z into root of 1 plus y divided by 1 minus y square, that is this equal to double integral over r z into root of cross multiply ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, that is this whole square ആണ് അല്ലേ, z y whole square ആണ്, that is this whole square, that is 1 plus y square divided by 1 minus y square into dA അല്ലെങ്കിൽ dx dy എന്ന് വരും അല്ലേ. that is this equal to double integral over r z into root of, ഇവിടെ ഒന്ന് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരും 1 minus y square plus y square divided by 1 minus y square എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ, into dA. therefore this equal to double integral over r z into 1 divided by root of 1 minus y square dA. പക്ഷേ z എന്തായിരുന്നു, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z നാണ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ z നെ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയിലേക്ക് മാറ്റി എഴുതണം. ദാറ്റ് ഈസ് z എന്തായിരുന്നു, തൊട്ട് മുന്നേ നമുക്ക് കിട്ടി z is equal to root of 1 minus y square ആയിരുന്നു. therefore double integral over r root of 1 minus y square into 1 divided by root of 1 minus y square into dA എന്നായി അല്ലേ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറി. that is this equal to double integral over r dA എന്നായി അല്ലേ. ഏതാണ് നമ്മുടെ റീജിയൻ, ദാറ്റ് ഈസ് y വാരി ചെയ്യുന്നത്, ഞാൻ ഈ xy പ്ലെയിനിലേക്ക് വരയ്ക്കാം, y വാരി ചെയ്യുന്നത് -1 മുതൽ 1 വരെ, x വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ, ദാറ്റ് ഈസ് ഈ റെക്ടാംഗിൾ ആ കിട്ടുക അല്ലേ. y ഇതിന്റെ ഇടയ്ക്ക് വാരി ചെയ്യണം, അപ്പോൾ y ഇതിന്റെ ഇടയ്ക്ക് വാരി ചെയ്യണം, ഞാൻ ഒന്നുകൂടി വരയ്ക്കാം, y -1ന്റെയും 1ന്റെയും ഇടയ്ക്ക് വാരി ചെയ്യണം. അപ്പോൾ ഇതാണ് y-യുടെ റീജിയൻ, y ഈ രണ്ട് ലൈനിന്റെ ഇടയിൽ അല്ലേ, ഈ ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ലൈൻ വരെ, x ഈക്വൽ ടു 0 മുതൽ x ഈക്വൽ ടു 1 വരെ, x ഈ രണ്ട് ലൈനിന്റെ ഇടയിലും വാരി ചെയ്യണം, y ഈ രണ്ട് ലൈനിന്റെയും ഇടയിലും വാരി ചെയ്യണം. അപ്പോൾ ഏതാ റീജിയൻ ഉണ്ടാവുക, ഇതാണ് നമ്മുടെ റീജിയൻ. ഇത് റെക്ടാംഗിൾ അല്ലേ. എന്താണ് ഹൈറ്റ് എത്രയാണ്, ദാറ്റ് ഈസ് ലെങ്ത് എത്രയാണ്, ദാറ്റ് ഈസ് 2. ഇവിടെ ബ്രെഡ്ത്ത് എന്താണ്, ദാറ്റ് ഈസ് ബ്രെഡ്ത്ത് എത്രയാണ്, ദാറ്റ് ഈസ് 1 into 2, that's equal to final answer. that is ഇതെന്താണ് ഏരിയ ഓഫ് ദി റീജിയൻ അല്ലേ. ഡബിൾ ഇന്റഗ്രൽ ഓവർ r dA പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി റീജിയൻ. therefore this equal to 2. ഓക്കെ, ഇത്തിരി ലെങ്തി ആണ്, പക്ഷെ ഒരുപാട് കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്തു, ഒഴിവായി. ദാറ്റ് ഈസ് കുറേ കമ്പ്യൂട്ടേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്തുകൊണ്ട് കുറേ കമ്പ്യൂട്ടേഷൻ ഒഴിവായി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് സ്റ്റോക്സ് തിയറം. ഓക്കെ, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.